സ്വാഗതം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതായത് കറിയൊക്കെ വെച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുവിധപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കും. പക്ഷേ അവർ രസം ഉണ്ടാക്കത്തില്ല. എനിക്ക് കുറച്ച് പിള്ളേരെ അറിയാം. അപ്പം രസം ഉണ്ടാക്കത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് അമ്മമാർക്കും വീട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും രസം ഉണ്ടാക്കാൻ. പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് കറികളൊക്കെ വെച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും രസം വെക്കുന്ന ഈ ചെറിയ കുക്കറിനകത്ത് ഒട്ടുമിക്ക ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ ചട്ടിക്കകത്ത് വെക്കും. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോ എന്താ ഞാൻ ചെയ്യുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇൻഗ്രീഡിയൻസ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വെറും ചതച്ചേ ഉള്ളൂ. 2 നമ്മുടെ തക്കാളി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില രസത്തിന് നല്ലതാണ് കേട്ടോ. മല്ലിയില ഇത് കഴുകിയെടുക്കണം എനിക്ക്. അപ്പം പിന്നെ കടുക് പൊട്ടിക്കണം, അത്രയൊക്കെ ഉള്ളൂ. വലുതായിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഈ രസം കൂട്ടി ചോറുണ്ടാലും ഒരു പൊരിച്ച മീനും എന്ന് വെച്ചാൽ ഒരു മെഴുക്ക് വരട്ടിയോ അല്ലെങ്കിൽ ഒരു അവിയലോ അങ്ങനെ വലിയ കൂട്ടങ്ങളൊന്നും വേണമെന്നില്ല. അതുകൊണ്ടെങ്കിൽ കുശാലായിട്ട് മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ കുശാൽ ഊണ്. അപ്പം നമ്മളിന്ന് അങ്ങനെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. പാത്രം ചൂടായാലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഇടുന്നത് കടുക്. എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് കടുകിടാം. കടുകിട്ടിട്ട് ഇപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബന്ധുക്കൾക്കും അതുപോലെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ലൈക്കും. അപ്പം നമുക്ക് എണ്ണ ചൂടായാലും നമുക്ക് കടുകിട്ടു. ഇപ്പം എനിക്ക് ഭയങ്കര ക്ഷമയുണ്ട് ഈ കടുക് പൊട്ടിക്കാൻ. കാരണം മറ്റേത് എണ്ണ ചൂടാവുന്നതിന് മുമ്പ് വെപ്രാളമാണ്. ഇപ്പം ഞാൻ കറക്റ്റിന് പൊട്ടിക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടു. ആദ്യം നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്നാവുമ്പം കാണിച്ചു തരാം. കണ്ട അതൊന്ന് ശരിയാവുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ഇട്ടത്. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് വഴണ്ട് വേകണം. അതുവരെ നമുക്ക് അനുവദിക്കണം. അത് വേവാനായിട്ടുള്ള ടൈം നമ്മളൊന്ന് കൊടുക്കണം. ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരാം. രസം വെക്കുന്നതിന് എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കുക, നമ്മുടെ കുരുമുളക് മസ്റ്റാണ് കേട്ടോ. രസം വെക്കുന്നതിന് കുരുമുളക്, വെളുത്തുള്ളി ഇത് 2 മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എങ്കിലേ ആ ഒരു രസത്തിൻ്റെ ഒരു ഗുമ്മ് വരത്തുള്ളൂ. മീൻസ് മണവും എല്ലാം വരത്തുള്ളൂ. അപ്പം നമ്മൾ രസ പൗഡറല്ല ഞാനിപ്പോൾ ചേർക്കുന്നത്. രസ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. രസ പൗഡറല്ല ഞാൻ ചേർക്കുന്നത്. ഞാൻ കൂടുതൽ ടൈമും വല്ലപ്പോഴെങ്ങാനും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടെങ്ങാനും ഞാൻ നിങ്ങൾക്ക് രസ പൗഡർ വെച്ച് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ട കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓൾവേസ് ഞാൻ ചെയ്യുന്നത് നമ്മൾ പൊടിപ്പിച്ചെടുത്ത മഞ്ഞളും എല്ലായാലും നമ്മൾ പൊടിപ്പിച്ചെടുത്ത സംഭവമാണ് ഞാൻ എല്ലാത്തിനും ചേർക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ചേർക്കുക, അതിന് ഗുണമുണ്ടാവും കേട്ടോ. അപ്പം നോക്കിക്കോണം. ഞാൻ ചേർക്കുന്ന നമ്മുടെ തക്കാളി ഒരു ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുമല്ലോ. കണ്ട ഈ പരുവാകുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് മുളകും ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളെ കളറും നോക്കേ, അതാണ്. അപ്പം ആ പരുവാകുമ്പോഴാണ് ഞാൻ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിക്കോളൂ എന്തൊക്കെയാണെന്ന്. അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാടാവണ്ട, അല്പം മഞ്ഞൾപ്പൊടി. ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. വെള്ളം എത്ര വെക്കുന്നോ എന്നിട്ട് അവസാനം നോക്കിക്കോണം. അല്പം മുളക് പൊടി, കണ്ടല്ലേ മുളക് പൊടി എടുത്ത്, അല്പം മുളക് പൊടി. പിന്നെ എരി അധികം കൂട്ടുന്നവരാണെങ്കിൽ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന്. ഇപ്പം ഞാനിവിടെ 2 പേർക്ക് ഒരു ദിവസം കൂട്ടാനല്ല. ഈ രസം എന്ന് വെച്ചാൽ
ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ മുളക് കറികൾ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മല്ലിപ്പൊടി ഇടുവാണ്. ഇതാ നോക്കിക്കോ. അപ്പോൾ ഈ 3 ഐറ്റം ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയും അതുപോലെ വെളുത്തുള്ളിയും മസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇതാണ്ട് കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രസത്തിന് എനിക്ക് കൂടുതലും മല്ലിയില ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പച്ചക്കറി മേടിച്ച ആ ദിവസങ്ങളിലായിരിക്കും ഞാൻ കൂടുതലും രസം വെക്കുന്നത്. അപ്പം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്ന് ആ പച്ച ചൊവയൊന്ന് മാറിയാൽ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചില ആൾക്കാരാണെങ്കിൽ തക്കാളി രസമെന്ന് പറയും. പക്ഷെ തക്കാളി മാത്രം ചേർത്താൽ അതിനൊരു പുളിയും ഉപ്പും എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം പിഴിപുളി ചേർത്തേ പറ്റും. എങ്കിലേ ആ രസമാകത്തുള്ളൂ. കണ്ടല്ലേ? അപ്പം കുറച്ചും കൂടെ ഞാൻ വെള്ളം ചേർക്കുന്നു. പിഴിപുളി ചേർത്തല്ല, പിഴിപുളി ചേർത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എത്ര വെള്ളം വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഞാൻ എടുത്ത പുളി എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, നെല്ലിക്ക വലിപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എന്താണ് പുളിയാണ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന വെള്ളവും ഞാൻ കാണിച്ചു തരുമോ, എങ്കിലേ നിങ്ങൾക്കൊരു മനസ്സിലാകത്തോളൂ. ഇത്ര ഞാൻ ആ മസാല ഐറ്റംസ് ചേർത്തത് അപ്പം ഇത്രയത്തിനാണെന്ന് നിങ്ങൾക്കൊരു മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിന് ഞാൻ വെള്ളം ഞാൻ എത്ര ചേർക്കുന്നു എന്ന് കാണിച്ചു തരാം. ഈ കുക്കർ കാണുമ്പോൾ ഇത് 3 ലിറ്റർ കുക്കറാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളം മതിയായി. അപ്പം പുളിയാണ് ഞാൻ ചേർത്തത്. ഇപ്പം ഇനി വടക്കൻ സ്ഥലങ്ങളിലൊക്കെ ഇതിനകത്തൊരല്പം ശർക്കരയും കൂടെ ചേർക്കും, വടക്കൻ സ്ഥലങ്ങളിൽ. പക്ഷെ നമ്മളിവിടെ ചേർക്കത്തില്ല കേട്ടോ. ചിലർ ചേർക്കുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ചേർക്കത്തില്ല. ഇനി ഇതിനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചു കൊടുക്കുക. അല്ല, സൂപ്പറായിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ ഉപ്പ് കുറവുള്ളവർ ഉപ്പ് കുറച്ച് ചേർക്കുക. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരുണ്ട് ചില സ്ഥലങ്ങളിൽ, അവരവരുടെ ഇഷ്ടത്തിന് ഉപ്പ് ചേർക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ റെഡിയാവും. തിളയ്ക്കുക, മാറ്റുക. ഞാൻ ഇതിനകത്ത് വേറൊരു നമ്മുടെ ചേർക്കുന്ന ഐറ്റം ഉണ്ട്. ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ഞാൻ ചേർത്തിട്ടില്ല. ആ ഉലുവപ്പൊടി ഞാൻ ഇച്ചിരി ഒന്ന് തിളച്ച് വന്നിട്ടിടും. കായപ്പൊടി ഇറക്കുന്നതിന് തൊട്ട് മുമ്പിടും. അതാണ് എൻ്റെ ഒരു കണക്ക്. ഇനി ചേർക്കേണ്ട ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു അല്പം ഒന്ന് ഉപ്പ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ഞാൻ പറഞ്ഞത് അവർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം ഇക്കാലത്തെ കുഞ്ഞുങ്ങൾ എല്ലാം പഠിക്കും കേട്ടോ. അവർ എന്തായാലും പണ്ടത്തെ പിള്ളേരെ പോലൊന്നും അല്ല. പണ്ടത്തെ പിള്ളേർ ചോറൊക്കെ വെക്കുന്നത് ചിലപ്പം കല്യാണം കഴിച്ചൊക്കെ വിട്ടിട്ട് അവിടെ ചെന്നിട്ടായിരിക്കും അമ്മായിയമ്മ വെക്കുന്നതൊക്കെ നോക്കി. ഞാനങ്ങനെ അല്ല. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരെയും കൊണ്ട് എല്ലാവരും ആഹാരം ഉണ്ടാക്കാൻ അറിയാവുന്നവർ. പക്ഷേ പണ്ടൊക്കെ പൊതുവേ കല്യാണം കഴിച്ച് വിട്ടിട്ട് അവരൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയാണ് ഓരോന്ന് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. അവർക്ക് പല ഐറ്റംസ്, ചൈനീസ് ആയാലും ഏത് ടൈപ്പും അവരുണ്ടാക്കാൻ പഠിക്കും. കേക്ക് ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഈ രസം ഉണ്ടാക്കാൻ അറിയുമോയെന്ന് എനിക്ക് ഡൗട്ടാണ്. ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം നമ്മുടെ ഇതൊരുവിധം എല്ലാം കറക്റ്റാണ്. ഇനി തിളച്ച് ഒന്ന് പരുവായി വരുമ്പോഴേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, നമുക്ക് വരാം. അപ്പം നമ്മുടെ രസം ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, അടിപൊളി ഉപ്പ് കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഉലുവപ്പൊടി.
ഉലുവപ്പൊടിയാണ് ഇനി ഞാൻ ചേർക്കുന്നത്. കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം ഉലുവപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി വെക്കണം. അപ്പോൾ ഓർക്കുക, വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും മസ്റ്റ്. സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ കേട്ടോ. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പരിപാടിയെല്ലാം. സാധാരണ ഞാൻ സാമ്പാർ വെക്കുന്നതിനും രസത്തിനും കായത്തിൻ്റെ കട്ടയില്ലേ അതാണ് ചേർക്കുന്നത്. ഈ കായക്കട്ട ഏതോ പാത്രത്തിലിട്ട് അടച്ചു വെച്ച് അതുകൊണ്ട് മാത്രം ഞാൻ കായപ്പൊടി ചേർത്തു. ഓക്കെ, നിങ്ങൾ കായക്കട്ട ചേർക്കുന്ന സമയം എപ്പോഴായിരിക്കണം എന്നറിയും. കായക്കട്ടയാണെങ്കിൽ നമ്മളിതെല്ലാം വെള്ളം ചേർക്കത്തില്ലേ, ആ സമയത്ത് കായക്കട്ട ഇടണം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. രസം വെക്കുന്നത് നമ്മൾ 2 രീതിയിൽ രസം വെക്കും ഇവിടെ. വേറൊരു രീതി അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരും. നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ് വേവിക്കുക. വേവിച്ചിട്ട് അതിൻ്റെ പരിപ്പെല്ലാം മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ഈ രസത്തിനകത്ത് ചേർക്കും. അത് സൂപ്പറാണ്. അപ്പം അത് ഞാൻ നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരും. അപ്പം ഇത് കണ്ടല്ലോ, ഈ രസം വെക്കുന്നത് കണ്ടല്ലോ. ഇതിനകത്ത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, കാണിച്ചു തരാത്. ഇതാണ് നമ്മുടെ മല്ലിയില. ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് രസം ഒന്ന് അടച്ച് വെക്കണം. പിന്നെ കാരണം നമ്മളിട്ടേക്കുന്ന കായത്തിൻ്റെയും കായക്കട്ട ഇടുമ്പോൾ അത് അലിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ ഭയങ്കര മണമായിരിക്കും കായക്കട്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളമൊക്കെ ചേർത്ത ഉടനെ ചേർക്കണമെന്ന് പറഞ്ഞു. പൊടി ഇടുമ്പം നമുക്കതിനകത്ത് അലിഞ്ഞ് ചേരാനുള്ള പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ രസം നിങ്ങളിങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കുക. രസവും ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം പരുവായി. ഞാൻ ഇപ്പം അടച്ചു വെക്കും ഇത് കേട്ടോ. അപ്പം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും, എല്ലാവർക്കും താങ്ക്സ്. അപ്പം എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒരാൾക്ക് പോലും ഇല്ല മെസ്സേജ് ഞാൻ തിരിച്ചയക്കാത്ത. മെസ്സേജ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ മറ്റേ രീതിയിൽ രസം വെക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരും. നമ്മുടെ പരിപ്പിൻ്റെ വെള്ളം ചേർത്ത് വയ്ക്കുന്ന രസം ഞാൻ കാണിച്ചു തരും. പിന്നെ നമുക്ക് ഈ പരിപ്പ് കൂടാതെ മുതിരയിട്ടും കൂടെ നമുക്ക് മുതിര വേവിച്ചിട്ടെ, മുതിര എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പുഴുങ്ങാൻ ഉപയോഗിക്കും. അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം ചേർത്തും വെക്കും. അതും സൂപ്പറാണ്. അപ്പോൾ രസം വെക്കുന്ന അറ്റ്ലീസ്റ്റ് ഈ രസം വെക്കുന്നത് കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുക. മറ്റേത് ഞാൻ ഉടനെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.